Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. നമ്മൾ കുറെ നാളായി വൺ അറ്റ് എ ടൈം എന്ന സീരീസിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ റീസെന്റ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് ജെയ് മെയിൻസ് എഴുതാൻ പോകുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. പിന്നെ ബൂസ്റ്റർ സീരീസിന്റെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലർക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, സാർ ഇപ്പൊ വൺ അറ്റ് എ ടൈമിൽ എന്താ വീഡിയോസ് ഇടാത്ത, അത് നിർത്തിയോ എന്ന് ചോദിച്ചു. അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ഇതിലും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ വൺ അറ്റ് എ ടൈം കൊണ്ടുപോകുന്നത്. സോ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കാണുക. പിന്നെ അതേപോലെ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളോടും അവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, വൺ ഷോട്ട് സീരീസ്. നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ അത് അതൊരു ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അതിന്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നീറ്റ് 2024 ചോദിച്ച വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽ എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ കാണുമ്പോഴേ അറിയാം ഇതൊരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ രണ്ട് കപ്പാസിറ്റർ എങ്ങനെയാണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ആ രണ്ട് കപ്പാസിറ്ററിൽ കൂടെയും പാസ് ചെയ്യുന്ന ചാർജ് സെയിം ആയിരിക്കും. അതാണ് സീരീസിന്റെ കണ്ടീഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ക്യൂ ചാർജ് വന്നാൽ അത് C1 കൂടെയും C2 കൂടെയും പാസ് ചെയ്യും. സെയിം ചാർജ് ഫ്ലോ ആയിരിക്കും രണ്ട് കപ്പാസിറ്ററിലും. അതാണ് സീരീസ് കണക്ഷൻ. ഇനിയും രണ്ട് കപ്പാസിറ്ററുകൾ പാരലൽ കോമ്പിനേഷൻ ആണെന്നുള്ള പ്രത്യേകത എന്താ? അവരുടെ ടെർമിനലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇനി രണ്ട് കപ്പാസിറ്ററുകൾ സീരീസിലാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ C1 C2 by C1 plus C2. കാരണം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫോർമാറ്റ് ആണ്. അവിടുത്തെ സീരീസ് ഇവിടെ പാരലൽ ആവും, അവിടുത്തെ പാരലൽ ഇവിടെ സീരീസ് ആയിട്ട് മാറും. നമ്മൾ അവിടെ രണ്ട് റെസിസ്റ്റർ പാരലൽ ആവുമ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താ? R1 R2 by R1 plus R2. അത് ഇവിടെ സീരീസ് കപ്പാസിറ്ററിൽ യൂസ് ചെയ്യുക. C1 C2 by C1 plus C2. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും ജെയ് മെയിൻസ് അല്ലെങ്കിൽ ഒരു നീറ്റ് എക്സാം എഴുതുന്ന കുട്ടി അത് അറിയേണ്ട കാര്യമില്ല. കോൺസെപ്റ്റ് അറിയണം, പക്ഷെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ രണ്ട് കപ്പാസിറ്ററുകൾ എങ്ങനെയാ? പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ജസ്റ്റ് സിംപിളി ആഡ് ചെയ്താൽ മതി. C1 plus C2 ആണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ C1 C2 by C1 plus C2 ആണ്. പാരലൽ ആണെങ്കിൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. ഇനി ഈ കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആവാം. അതായത് C1 equal to C2 equal to C. സെയിം കപ്പാസിറ്ററുകൾ ആണെങ്കിൽ സീരീസ് വരുമ്പോൾ ഇത് സിയും ഇത് സിയും ആണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് C/2 ആയിരിക്കും. രണ്ടെണ്ണം വന്നാൽ ഒന്നിന്റെ പകുതി, മൂന്നെണ്ണം വന്നാൽ C/3. അപ്പൊ n എണ്ണം വന്നാൽ C/n എടുത്താൽ മതി. നമ്മൾ ഇത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അത് കപ്പാസിറ്ററിലെത്തിയപ്പോൾ സീരീസിലോട്ട് അപ്ലൈ ചെയ്തു. ഇനി രണ്ടുപേര് പാരലൽ കപ്പാസിറ്റേഴ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ ചുമ്മാ ആഡ് ചെയ്താൽ മതിയല്ലോ. C1 plus C2 ആണോ പാരലൽ? അപ്പൊ രണ്ടും ഐഡന്റിക്കൽ ആവുമ്പോൾ C plus C എന്ത് കിട്ടും? 2C എന്ന് കിട്ടും. കപ്പാസിറ്റേഴ്സ് സീരീസ് ഐഡന്റിക്കൽ C/2, പാരലൽ ആണെങ്കിൽ 2C. ചുമ്മാ ആഡ് ചെയ്താൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനി ആ പ്രോബ്ലത്തിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. നിങ്ങൾക്കറിയാം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് മുമ്പ് തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ എന്താ? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ 5 റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാവും. ഇവിടെ 5 കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ആണ്. അതുപോലെ നമുക്കറിയാം എല്ലാ ആംസിലും കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പിയിൽ നിന്ന് വരുന്ന ഒരു ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് ഈ രണ്ട് ബ്രാഞ്ചിലേക്ക് പോകും. സോ ഈ കാണുന്ന പോയിന്റ് ക്യൂവിലെയും ഈ കാണുന്ന പോയിന്റ് എസിലെയും അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ അറ്റ് ക്യൂവും എസും സെയിം ആണെങ്കിൽ, ഈ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ there is no charge flow through this capacitor C5 സെൻട്രിൽ കൂടെ ഉള്ള കപ്പാസിറ്ററിൽ കൂടെ ചാർജ് ഫ്ലോ ഇല്ല. അപ്പൊ ഇവിടെ ചാർജ് ഫ്ലോ ഇല്ലെങ്കിൽ ഇവനെ അങ്ങനെ നെഗ്ലക്ട് ചെയ്തെടുത്ത് കളയാം. അതാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് എസ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പൊ ആ കണ്ടീഷൻ ഇത് ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഈ കപ്പാസിറ്ററിൽ കൂടെ ചാർജ് ഫ്ലോ ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഈ കപ്പാസിറ്ററിനെ എടുത്തങ്ങ് നെഗ്ലക്ട് ചെയ്യാം, അവനെ എടുത്തങ്ങ് കളയുക. അപ്പൊ ഇവനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവനും എങ്ങനെ ആവും? സീരീസ് ആവും. ഇവിടുന്ന് വരുന്ന ഒരു ചാർജ് ഇങ്ങനെ കയറി ഇങ്ങനെ വരും.
അതുപോലെ ഇവനും അങ്ങനെ ആവും, സീരീസ് ആവും. അപ്പൊ ഇവര് സീരീസ് ആണെങ്കിൽ എന്താ ഇക്വലന്റ് കപ്പാസിറ്റൻസ്? C1C2/C1+C2. ഇവരുടെ രണ്ടുപേരുടെ ഇക്വലൻസ് ആണ് C1C2/C1+C2. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, C1C2/C1+C2. ഇത് എഴുതിയിരിക്കുന്നത് എന്താ? നെറ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. ഇതാണ് P, ഇതാണ് Q. ആക്ച്വലി ഇത് P ആൻഡ് Q അല്ല, P ആൻഡ് R അല്ലേ? ഇത് തെറ്റി എഴുതി പോയതാണ് കേട്ടോ. ഇത് P ആൻഡ് R ആണ്. ദിസ് ഈസ് P ആൻഡ് R. യെസ്, അത് അറിയാതെ തെറ്റിപ്പോയതായിരിക്കും ടൈപ്പ് ചെയ്തപ്പോൾ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പൊട്ടൻഷ്യൽ നെറ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവരെ സീരീസ് ട്രീറ്റ് ചെയ്യുക, അത് തമ്മിൽ പാരലൽ ആക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും മക്കളെ? C1C2/C1+C2 പ്ലസ് C3C4/C3+C4. ക്ലിയർ? ഇത് സീരീസ്, ഇവര് തമ്മിൽ പാരലൽ. അപ്പൊ അവർ തമ്മിൽ പാരലൽ ആയതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് വെച്ചത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കപ്പാസിറ്ററുകളെല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ ഇവനോടെ സീരീസ്, അപ്പൊ എന്ത് വരും? C/2, ഒന്നിന്റെ പകുതി. സീരീസ് ആകുമ്പോൾ അങ്ങനെയാണ് കോൺസെപ്റ്റ് അല്ലെ? C1C2/C1+C2, C²/2C. സിയും വെട്ടിപ്പും C/2 എന്ന് കിട്ടും. ക്ലിയർ? അതേപോലെ താഴത്തെ ബ്രാഞ്ചും C/2 എന്ന് കിട്ടും. അപ്പൊ C/2 + C/2 എന്ന് പറഞ്ഞാൽ C എന്ന് കിട്ടും. അതൊരു കോൺസെപ്റ്റ്, ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ, അഗൈൻ ഇത് അവിടെ അതിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്, P ആൻഡ് R ആണ്. ബിറ്റ്വീൻ P ആൻഡ് R ആണ്. കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് R എന്ന് പറയുന്നത് എല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ അത് C തന്നെ കിട്ടും. ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാവുന്ന കോൺസെപ്റ്റ് ആണ്. വാ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഈ കപ്പാസിറ്റർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം അല്ലെ? കാര്യം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കോൺസെപ്റ്റിൽ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടെ ചാർജ് ഫ്ലോ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, ഇത് ഈ പോയിന്റ് നിങ്ങൾ P എന്ന് വിളിക്കുന്നു, ഈ പോയിന്റ് ഞാനിപ്പോ Q എന്ന് വിളിക്കുന്നു. സോ പൊട്ടൻഷ്യൽ അറ്റ് ബിറ്റ്വീൻ P ആൻഡ് Q അതെന്തായി? 0 ആയി. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് P ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് Q ആണെന്ന് എനിക്ക് പറയാം. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇവനും അങ്ങനെ അവർ സീരീസ് ആയി അല്ലെ? അപ്പൊ അവരുടെ ഇക്വലൻസിനെ ഞാൻ C1 എന്ന് വിളിക്കാം. അപ്പൊ അവരുടെ ഇക്വലൻസിനെ C1 എന്ന് വിളിക്കാം. എന്താ? സീരീസ് ആവുമ്പോ C1C2/C1+C2 അല്ലെ? അത് 1 എന്ന് കിട്ടും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ഐഡന്റിക്കൽ ആണെങ്കിൽ C/2, ഒന്നിന്റെ പകുതി. 2 ആണ്. ഒന്നാമത്തെ കപ്പാസിറ്റർ 2 ആണ്. അപ്പൊ 2/2 നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അതേപോലെ താഴത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസിനെ ഞാൻ C2 എന്ന് വിളിക്കുന്നു. അതും എത്ര തന്നെ കിട്ടും? 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇക്വലൻസ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B എന്തെടുത്താൽ മതി? C1+C2 എടുത്താൽ മതി. പാരലൽ ആണല്ലോ C1ഉം C2. ഈ മുഴുവൻ ഇക്വലൻസിനെയാണ് ഞാൻ C1 എന്ന് വിളിച്ചത്. ഈ താഴത്തെ മുഴുവൻ ഇക്വലൻസിനെയാണ് ഞാൻ C2 എന്ന് വിളിച്ചത്. അപ്പൊ അവർ പാരലൽ ആണ്, ചുമ്മാ ആഡ് ചെയ്താൽ മതി. സോ അഗൈൻ എത്ര കിട്ടും? 2 മൈക്രോഫാരഡ് എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഓപ്ഷൻ 3 കണ്ടോ? നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.